മാവ് കലക്കി അപ്പോൾ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇതിനായിട്ട് 5 പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 3 ഏലക്കായുടെ കുരുവാണ് എടുക്കേണ്ടത്. ഈ പഴവും ഏലക്കാക്കുരും മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കണം. അടിച്ചെടുത്ത പഴമാണ് ഇവിടെ കാണുന്നത്. ഇനി 1 ഗ്ലാസ് റവ എടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുങ്ങിക്കിടക്കാവുന്നത്രേ വേണ്ടൂ. അപ്പോൾ റവ വീർത്ത് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ റവ അതിൻ്റെ പഴവും ഇനി അടുത്തത് വെല്ലം. വെല്ലം നമുക്ക് 6 എണ്ണം എടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ ഉരുക്കിയെടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഈ റവയും വെച്ചിരിക്കുന്നതിൽ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/2 ഗ്ലാസ് മൈദ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കട്ട എല്ലാം മാറി ഇതുപോലെ നന്നായി ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്നത്, ഇപ്പം നമ്മൾ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അരച്ചു വെച്ചിരിക്കുന്ന പഴവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നാളികേരം ചിരകിയതാണ് വറുത്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നാളികേരം നമുക്ക് കൊത്തായിട്ടും വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് നാളികേരം വറുത്തെടുക്കാം. അതുപോലെ തന്നെ എള്ളും ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പം നാളികേരം ചിരകിയത് എണ്ണയില്ലാതെയാണ് വറുത്തെടുക്കുന്നത്. ഇത് ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒട്ടും കട്ട പാടില്ല. നന്നായി ഇളക്കി തന്നെ കൊടുക്കണം. ഇത് കഴിയുമ്പോൾ ഉപ്പ് ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. അത് ആ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചൊന്ന് പൊന്തി വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കൂട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഒഴിച്ച് ഒരുവിധമായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം.